ശ്ലോകം 66. ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാം മൃഗാസ്തേ ജനാഃ യത്കർമാചരിതം മയാ ച ഭവത പ്രീതൈ ഭവത്യേവ തത്. ശംഭോ സ്വസ്യ കുതൂഹലസ്യ കരണം മച്ചേഷ്ടിതം നിശ്ചിതം തസ്മാൻ മാമകരക്ഷണം പശുപതേ കർത്തവ്യമേവ ത്വയാ. ഇതാണ് ശ്ലോകം. അന്വയം കാണാം. ഇവിടെ ശംഭോ എന്ന് വിശേഷിപ്പിക്കുന്ന മംഗളമൂർത്തിയായ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന ശംഭോഹു കേട്ടോ. ശംഭോഹു. ക്രീഡാർത്ഥം, ക്രീഡ കളിക്കുക, കളിക്കാൻ വേണ്ടി അഖിലം പ്രപഞ്ചം സൃജസി. അഖിലം അവിടെ പ്രപഞ്ചം പ്ലസ് അഖിലം, അതാണ് പ്രപഞ്ചം അഖിലം എന്ന് കൊടുക്കുമ്പോൾ പദച്ഛേദം ചെയ്യുമ്പോൾ പ്രപഞ്ചം അധികം അഖിലം, പ്രപഞ്ചമഖിലം പ്രപഞ്ചത്തെയാകെ നിന്തിരുവടി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിന്തിരുവടി സൃഷ്ടിക്കുന്നു. സൃജസി നിന്തിരുവടി സൃഷ്ടിക്കുന്നു, പ്രപഞ്ചത്തെയാകെ നിന്തിരുവടി സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടി? കളിക്കാൻ വേണ്ടി. ക്രീഡാർത്ഥം. ജനാഹ ജനങ്ങൾ, തേ ക്രീഡാമൃഗാഃ അങ്ങയുടെ ക്രീഡാമൃഗങ്ങളാണ് ജനങ്ങൾ എന്നും ഇവിടെ ഈ ശ്ലോകം വിശേഷിപ്പിക്കുന്നുണ്ട്. മയാ യത് കർമ്മ ആചരിതം, മയാ എന്നാൽ യത് കർമ്മ ആചരിതം ഏതൊരു കർമ്മവും ചെയ്യപ്പെടുന്നു, എന്നാൽ ഏതൊരു കർമ്മവും ചെയ്യപ്പെടുന്നുവോ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, തത് ച അതെല്ലാം, തത് അവിടെ ഉണ്ടല്ലോ, തത് ച അതെല്ലാം. അവിടെ ഭവത്യേവ എന്നുള്ള പദം പിരിക്കുക. ഭവതി അധികം ഏവഹ, ഭവത്യേവഹ, ഭവത് ഭവതി പ്ലസ് ഏവഹ, ഭവത്യേവഹ. ഭവതഃ പ്രീതൈ ഏവ ഭവതി എന്നാണ് അന്വയം പറയാം. ഭവതഃ പ്രീതൈ ഏവ ഭവതി അങ്ങയുടെ പ്രീതിക്കായി തന്നെ ഭവിക്കുന്നു. മച്ചേഷ്ടിതം എൻ്റെ പ്രവൃത്തികൾ, ചേഷ്ടിതങ്ങൾ. മത് പ്ലസ് ചേഷ്ടിതം എൻ്റെ പ്രവൃത്തികൾ. സ്വസ്യ കുതൂഹലസ്യ കരണം, സ്വസ്യ കുതൂഹലസ്യ കരണം നിശ്ചിതം അങ്ങയുടെ സന്തോഷത്തിന് ഉപകരണമായെന്ന് തീർച്ചയാണ്. എന്താണ്? എൻ്റെ പ്രവൃത്തികൾ. തസ്മാത് അതിനാൽ, പശുപതേ എല്ലാ ജീവികൾക്കും പതിയായ ഭഗവാനെ, ത്വയാ മാമക രക്ഷണം കർത്തവ്യം ഏവഹ എന്നെ രക്ഷിക്കുക എന്നത് അങ്ങയുടെ കർത്തവ്യം തന്നെയാണെന്ന്. തസ്മാൻ പദം പിരി. തസ്മാൻ പ്ലസ് മാമക രക്ഷണം. തസ്മാൻ മാമക രക്ഷണം പശുപതേ. ത്വയാ മാമക രക്ഷണം, അതാണ് ത്വയാ എന്നെ രക്ഷിക്കുക എന്നത് അങ്ങയുടെ കർത്തവ്യം തന്നെയാണ്. ഈ ശ്ലോകത്തിൽ ഭക്തനെ രക്ഷിക്കുക എന്ന ശിവന്റെ കർത്തവ്യത്തെ ആചാര്യസ്വാമി സൂചിപ്പിക്കുന്നുണ്ട്. ഭക്തനെ രക്ഷിക്കുക എന്ന കർത്തവ്യം, അതാണ് ഈ പാഠത്തിൻ്റെ അന്വയാർത്ഥം വരുന്നത്. വിശദമായ സാരാംശത്തിലൂടെ പോകും. ശംഭോ ക്രീഡാർത്ഥം അഖിലം പ്രപഞ്ച സൃജസി. ശംഭോ മംഗളമൂർത്തിയ ഭഗവാനെ, അങ്ങ് കളിക്കുവാൻ വേണ്ടി അഖില പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നു. ആചാര്യസ്വാമികൾ ചോദിക്കുന്നു, എന്തിനാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഭഗവാന്റെ ലീലയ്ക്കായിട്ട് മാത്രമോ. അല്ലാതെ സൃഷ്ടിക്കൊണ്ട് ഭഗവാൻ ഒന്നും നേടാനായിട്ടില്ല, ഭഗവാന്റെ ലീലയ്ക്കായിട്ടാണ്. ക്രീഡാമൃഗാസ്തേ അങ്ങയുടെ ജനങ്ങൾ
കൗതുകത്തോടെ അങ്ങ് കൗതുകത്തോടെ വളർത്തുന്ന മൃഗങ്ങളാണ് ഈ ക്രീഡാമൃഗങ്ങൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്രീഡാമൃഗങ്ങൾ അതിന് രോഗങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുമ്പോൾ അത് വളർത്തുന്നയാൾ ദുഃഖിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു അവയുടെ നന്മ ഉടമയെ ആഹ്ലാദിപ്പിക്കും. അതുപോലെയാണ് ഭഗവാനും ഇന്ന്. മയായത് കർമ്മ ആചരിതം തച്ച ഭവതഃ പ്രീത്യൈവ. എൻ്റെ എല്ലാ കർമ്മങ്ങളും, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിന്തിരുവടിയുടെ സന്തോഷത്തിനായി ഭവിക്കുന്നു. ജനങ്ങളുടെ പെരുമാറ്റം എന്ത് തന്നെയായാലും പശുപതിയായ ഭഗവാൻ കണ്ട് രസിക്കും എന്ന് ഇവിടെ ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നു. മറ്റേഷ്ടിതം സ്വസ്യ കുതൂഹലസ്യ കരണം നിശ്ചിതം. എൻ്റെ എല്ലാ ചേഷ്ടിതങ്ങളും അങ്ങയുടെ സന്തോഷത്തിനുള്ള ഉപകരണങ്ങളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ബോധപൂർവം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതെന്ത് തന്നെയായാലും ഒരു ക്രീഡാമൃഗത്തിൻ്റെ ചേഷ്ടകളായി അങ്ങേ രസിപ്പിക്കും എന്ന് തീർച്ചയാണ്. തസ്മാൻ മാമകരക്ഷണം ത്വയാ കർത്തവ്യേവ. അതിനാൽ എൻ്റെ സംരക്ഷണം നിന്തിരുവടിയുടെ കർത്തവ്യം തന്നെയാണ് എന്ന് ആചാര്യസ്വാമികളിലൂടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഭഗവാനെ ഒന്നുകൂടെ പറയണു അങ്ങയുടെ ലീലയ്ക്കായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ എല്ലാ ചേഷ്ടകളും അങ്ങയുടെ സന്തോഷത്തിന് കുതൂഹലത്തിനുള്ള ഉപാധികളാണെന്ന് തീർച്ച. അതിനാൽ പശുപതേ, എൻ്റെ സംരക്ഷണം നിന്തിരുവടിയുടെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 66 ശ്ലോകം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.